പേരിനൊപ്പം നായരാണ് എന്ന ജാതിവാൽ തൂക്കി വരുന്ന ഒരു കോൺഗ്രസ് പുങ്കവൻ മതേതരത്വം പറയുന്ന ഒരു കോമഡി കാഴ്ച കാണാനിടയായി. ഞാൻ ഇന്ന ജാതിക്കാരനാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന കോൺഗ്രസിൻ്റെ രാജു പി നായർ വലിയ മതേതരനാണ്, മുസ്ലിം സ്നേഹിയാണ്, പക്ഷേ ഞാൻ നായരാണ് എന്ന സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന വ്യക്തിയുടെ ചർച്ച ആ പേര് കൊണ്ട് തന്നെ വലിയ പരിഹാസ്യമാണ്. പിന്നീട് മതേതരത്വത്തെക്കുറിച്ച് ഈ നാട്ടിൽ പിണറായി വിജയൻ സർസംഘ് ചാലക് എന്നാണ് പറയുന്നത്. ആര്? ഒരു നായർ പറയാണ് പിണറായി വിജയൻ സർസംഘ് ചാലകാണെന്ന്. കേരളത്തിലെ ഇതേ നായർ വിഭാഗത്തിൽപ്പെടുന്ന NSS, ആ NSSൻ്റെ കോളേജുകളെടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതേ നായന്മാരുള്ള NSS കോളേജിൽ എന്തുകൊണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകളില്ല? ഉദാഹരണം MG കോളേജ്, NSSൻ്റെ കീഴിലുള്ള കോളേജിൽ ഭൂരിപക്ഷം നിയമനങ്ങളും നടക്കുന്നത്, ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നിടത്ത് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഇല്ലാതെ പോകുന്നിടത്ത് എന്താണ് ആ നായർ വായലിലെ അശ്ലീലമെന്നറിയാം. എന്നിട്ടാണ് പിണറായി വിജയനെ സർസംഘ് ചാലക് ആക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെ? അതിനുള്ള മറുപടി ജയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് സതീശ മേനോൻ ആ പേരിൻ്റെ വാല് പയ്യെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ മേനോൻ പറവൂരിൽ എന്തുകൊണ്ട് ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിൽ പോയി നമിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് കോൺഗ്രസ്സുകാർക്കുള്ളിലുള്ള RSS സ്നേഹം. ആ RSS സ്നേഹം വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം രാജു പി നായർ ഡയലോഗ് അടിക്കാൻ തുനിഞ്ഞതും അതിനെ ജയിക്കതേ ഇങ്ങനെ പൊളിച്ചു കൊടുത്തതും. ആ ടാർപോളിന് എടുത്തോണ്ട് പോയാൽ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത ഭരണവിരുദ്ധ വികാരം ആ മുഴുവൻ മേഖലകളിൽ ഇന്ന് കേരളത്തിലുണ്ട്. അതിനെ വർഗീയവൽക്കരിച്ച്, അതിനെ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് കേരളത്തിലെ സർസംഘ് ചാലക് പിണറായി വിജയൻ നോക്കുക. അല്ലെ, കേരളത്തിലെ സർസംഘ ചാലകല്ലേ പിണറായി വിജയൻ? അദ്ദേഹം പറഞ്ഞ ലക്ഷണമൊത്ത ഒരു അപഹാസ്യകരമായ വർത്തമാനം എന്താണ്? അദ്ദേഹം പറയുന്നു പിണറായി വിജയൻ കേരളത്തിലെ സർസംഘ ചാലകാണ്. അല്ലേ? ആരാണ് കേരളത്തിലെ സർസംഘ ചാലക്? കോൺഗ്രസ് നേതാവേ, ഞാൻ പറയണോ? അങ്ങയുടെ നാടായ എറണാകുളത്തിന് സമീപം RSS ഗുരുജി എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കറുടെ ജന്മദിന വാർഷികം ആഘോഷിക്കാൻ കേരളത്തിൽ ഒരു ഒറ്റ നേതാവിനെ വിളിച്ചുള്ളൂ. അവർ കുറപ്പുണ്ട്. ഗോൾവാൾക്കറുടെ ചിത്രം കാണുമ്പോൾ ഉടുമുണ്ടഴിച്ച് മുട്ടിലെഴുന്ന ഒരു ഒറ്റ നേതാവേ കേരളത്തിലുള്ളൂ എന്ന്. ആരാ നേതാവ്? ഇപ്പോഴത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, RSSന്റെ നേതാവ് ഗോൾവാൾക്കറെ കാണുമ്പോൾ ഉടുമുണ്ടഴിച്ച് മുട്ടിലെഴഞ്ഞ് തൊഴുകൈകളോടുകൂടെ RSS നേതാവിന്റെ ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ആ സംഘത്തിൽപ്പെട്ട ആളുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് വേണ്ട, അത് നാലായി മടക്കി കയ്യിൽ വെച്ചാൽ മതി. എന്നിട്ട് എന്താ പറയുന്നത്? ആരാണ് ഗോൾവാൾക്കർ എന്ന് നമ്മൾ ഓർമ്മിക്കണ്ടേ? ആരാ ഗോൾവാൾക്കർ? അങ്ങ് പറയുന്നു മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമം, ക്രിസ്ത്യാനികളെ ഒറ്റപ്പെടുത്താൻ ശ്രമം, ഭൂരിപക്ഷ വർഗീയതയെ സംബന്ധിച്ചൊക്കെ അങ്ങ് പറയുന്നു. നല്ലത്. ആരാ ഗോൾവാൾക്കർ? പ്രതിപക്ഷ നേതാവ് മുട്ടിലിഴഞ്ഞ് തൊഴുകൈകളോടുകൂടെ നിലവിളക്ക് കൊളുത്തിയ ആ ഗോൾവാൾക്കറാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഇന്ത്യയെ ലക്ഷണമൊത്ത അഫ്ഗാനിസ്ഥാൻ ആക്കണമെങ്കിൽ, ഇന്ത്യയെ ലക്ഷണമൊത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കണമെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ലണം, ക്രിസ്ത്യാനികളെ കൊല്ലണം, മാർക്സിസ്റ്റുകാരെ കൊല്ലണം. ആ കൊല്ലണമെന്ന് പുസ്തകം എഴുതി വെച്ച ആഗോള വർഗീയവാദികളുടെ മുമ്പിൽ പോയി തൊഴുകൈകളോടുകൂടെ നിന്ന് ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്ത ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ആരെങ്കിലും നോക്കിയിട്ട് കേരളത്തിലെ സർസംഘ ചാലകെന്ന രണ്ടാമതൊരു സംശയം നോക്കാതെ വിളിക്കണമെങ്കിൽ ആ ആളെ വിളിക്കാൻ പറ്റൂ. പിന്നെ ആരാണ് കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ്? ശാഖയെ ആക്രമിക്കാൻ CPM-കാർ വന്നപ്പോ ഞാനൊരല്പം അഭിമാനത്തോടെ പറയും, കോൺഗ്രസ് പ്രതിനിധി അങ്ങ് കേട്ടോ, ശാഖയെ ആക്രമിക്കാൻ CPM-കാർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉടുത്തിരിക്കുന്ന കതർമുണ്ട് അഴിച്ചു മാറ്റി കാക്കിക്കളസം എടുത്തണിഞ്ഞ് ശാഖയ്ക്ക് കാവൽ കിടന്നു നിന്നു എന്നല്ല പറയുന്നത്, ശാഖയ്ക്ക് കാവൽ കിടന്നു എന്ന് പ്രസംഗിച്ചത് കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റാണ്. BJPയുടെ പ്രസിഡന്റ് K സുരേന്ദ്രനല്ല, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് K സുധാകരനാണ്. ആരെയാണ് സർസംഘ ചാലക് എന്ന് വിളിക്കേണ്ടത്? ഇന്ദിരാഭവനിൽ പോയി ചിത്രം നോക്കിയിട്ട് അങ്ങ് ചോദിക്കണം, ശാഖയ്ക്ക് കാവൽ കിടന്നു എന്ന് പറഞ്ഞ നിങ്ങളെയല്ലേ കേരളത്തിന്റെ സർസംഘ ചാലക് എന്ന് വിളിക്കേണ്ടത്? പിന്നെ പോലീസ് നയത്തെ കുറിച്ച് പറയുന്നു, ആങ്കർ വർക്കില്ലല്ലോ. കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് മറവി ഉണ്ടാകുമോ? CI മോഹനചന്ദ്രൻ നായർ RSS പ്രവർത്തകർ തിരുവനന്തപുരത്ത് MG കോളേജിൽ പ്രിൻസിപ്പലിനെ കൊല്ലാൻ ബോംബെറിഞ്ഞപ്പോ ആ കേസിലെ പ്രതികളെ ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ അല്ലേ, പരമകാരുണീകനായ കോൺഗ്രസ് നേതാവ് മാനുഷിക പരിഗണന നൽകി അധ്യാപകനെ കൊല്ലാൻ ബോംബെറിഞ്ഞ RSS നേതാക്കന്മാരെ വിട്ടയച്ചു. ആ ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നല്ല. KPCC ഓഫീസിൽ ചുവരിൽ നോക്കിയ പടമുണ്ട്, അദ്ദേഹത്തെ പോയി വിളിക്കണം സർസംഘ ചാലകെന്ന്. പിന്നെയോ പ്രവീൺ തൊഗാഡിയ, അഖില ലോക വർഗീയവാദി, കേരളത്തിൽ വന്ന് കലാപം ഉണ്ടാക്കാൻ പ്രസംഗിച്ചില്ലേ? തൊഗാഡിയ ഒന്ന് കണ്ണുരുട്ടിയപ്പോ എടുത്ത കേസ് പിൻവലിച്ച് തൊഗാഡിയെ പറഞ്ഞയച്ചതാരാ? അങ്ങയുടെ KPCC ഓഫീസിന്റെ ചുവരിൽ ചിത്രമുണ്ട്, ആ ചിത്രത്തിൽ നോക്കിയിട്ട് വിളിക്കണം കേരളത്തിലെ സർസംഘ ചാലകെന്ന്. ഈ അനുഭവം ഒന്നും കേരളത്തിൽ ഇടതു മുന്നണി ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ ഉണ്ടായിട്ടില്ല. അങ്ങ് മനസ്സിലാക്കണം, ഞങ്ങൾ അവരുടെ പിന്തുണയും സ്വീകരിച്ചിട്ടില്ല. ഇവിടെയും തീർന്നില്ല, മുസ്ലിം സ്നേഹം പൊട്ടി ഒലിക്കുകയാണ്.
ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇതുവരെ സമരത്തിന് കണ്ടിട്ടുണ്ടോ ഈ മഹാനെ? ന്യൂനപക്ഷ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ചാനൽ ചർച്ചയിലല്ലാതെ സ്വന്തം നിലയ്ക്ക് ഫേസ്ബുക്ക് എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്ര അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് പരിശോധിക്കുക. കേന്ദ്ര സർക്കാർ മുത്തലാഖ് നടത്താൻ പോയപ്പോൾ എന്താണ് ലീഗിൻ്റെ നേതാവായിട്ടുള്ള കുഞ്ഞാപ്പ ബിരിയാണി കഴിക്കാൻ പോയതുപോലെ തന്നെ കാവിക്കളസവും ഇട്ടുകൊണ്ട് നിശബ്ദമായിരിക്കുന്ന രാജു പി നായരുടെ ആ വിഷയത്തിലെ അഭിപ്രായം കൂടി നാട് കേൾക്കണം. മുസ്ലിം മതത്തെ വർഗീയവാദികളായി ചിത്രീകരിച്ച് RSSന്റെ ആഖ്യാനം കേരളത്തിൽ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട RSS നിയോഗിച്ച മുഖ്യമന്ത്രിയും വർഗീയവാദിയാണ് പിണറായി വിജയൻ. SDPI വിരുദ്ധത പറയുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ എന്താണ് മുസ്ലിങ്ങളെ വിമർശിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അപകടകരമായ വർഗീയതയാണ് പറയുന്നത്. RSS എന്ന് വെച്ചാൽ ഹിന്ദു എന്നർത്ഥമില്ല, SDPI എന്ന് വെച്ചാൽ മുസ്ലിം എന്നർത്ഥമില്ല, കാസ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി എന്നർത്ഥമില്ല, വർഗീയവാദി എന്ന് വെച്ചാൽ വിശ്വാസി എന്നർത്ഥമില്ല. അങ്ങ് ശ്രമിക്കുന്നത് വിശ്വാസിയെയും വർഗീയവാദിയെയും ഒന്നാക്കാനാണ്. ആ ശ്രമം നാളെ മടക്കി കയ്യിൽ വെച്ചാൽ മതി. അതുകൊണ്ടല്ലേ പാലക്കാട് ലഭിച്ച പിന്തുണയുടെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ SDPI ഒറ്റ വാർഡ് ജയിച്ചല്ലോ. ആ വാർഡിൽ കോൺഗ്രസിന്റെ വോട്ട് എങ്ങോട്ട് പോയി? കോൺഗ്രസ് SDPIയുടെ പുറകെ പോയില്ലേ? എങ്ങനെ പുറകെ പോയി? ആ കോൺഗ്രസിന്റെ വോട്ട് ആർക്ക് കൊടുത്തു? തരം പോലെ തീവ്രവാദികൾക്ക് വോട്ട് കൊടുത്ത് അവർക്ക് വെള്ളവും വിറകും വെട്ടിക്കൊടുക്കുന്നതിൽ മത്സരിച്ച് കേരളത്തെ വർഗീയ ഭൂമിയാക്കാൻ നിൽക്കുന്നത് നിങ്ങളാണ്. നേമത്തും തിരുവനന്തപുരത്തും നേമത്തും തൃശ്ശൂരും നിങ്ങളത് തെളിയിച്ചതാണ്. വടകരയിലും ബേപ്പൂരിലും നിങ്ങളത് കാണിച്ചതാണ്. EMSനും AKGക്കെതിരെ നിങ്ങൾ സൃഷ്ടിച്ചതാണ്. ആ അനുഭവങ്ങളുടെ തുടർച്ചയാണ് നിങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചത് ആര് എന്ന് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തിയാൽ, ആവർത്തിക്കുന്നു, ചരിത്ര വസ്തുതകളുടെ വെളിച്ചത്തിൽ വിലയിരുത്തിയാൽ അങ്ങേക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. അങ്ങേക്കെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടല്ല, കോൺഗ്രസുകാർക്ക് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്ര ഭൂമികയിൽ ചവിട്ടി നിൽക്കാൻ കഴിയില്ല. അങ്ങ് മനസ്സിലാക്കണം. കേട്ടല്ലോ, ഇതൊക്കെയാണ് ജാതിവാൾ തൂക്കി വന്നിരുന്ന് മതേതരത്വം പറയുന്ന കോൺഗ്രസ്സുകാരൻ്റെ ഉളുപ്പില്ലായ്മ. അല്ലെങ്കിൽ അന്തസ്സോടുകൂടി ഞാനൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവനാണ്, എൻ്റെ ജാതി പറഞ്ഞല്ല സകലമാന മനുഷ്യരെയും ഒപ്പം നിർത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജാതി പറയാൻ പാടില്ല, അല്ലെങ്കിൽ അത് വാലായി തൂക്കിക്കൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ യുക്തി പോലും ഇല്ലാത്തൊരു ജാതി കോമരൻ വന്നിരുന്ന് മതേതരത്വം പറയുന്നു. ഈ നാട് ഈ വാല് തൂക്കിയ മതേതരൻ്റെ വാക്ക് കേട്ടിട്ട് അങ്ങ് പുളകമണിയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി. മനോരമ ചാനൽ ഇതുപോലുള്ള ജാതി കോമരങ്ങളെ എടുത്ത് ഉയർത്തിക്കാട്ടാനൊക്കെ വലിയ താല്പര്യമുണ്ടാകും. കാര്യം ഈ നാട് ഇതുപോലുള്ള മതസ്നേഹികൾ വാഴണമെന്നുള്ളതാണല്ലോ മനോരമയുടെ താല്പര്യം. മനോരമയ്ക്കും അങ്ങനെയുള്ളവർ വാഴ്ന്നാലേ മനോരമയുടെ ജാതി സ്നേഹവും മതസ്നേഹവും ഒക്കെ നല്ല രീതിയിൽ ഈ സമൂഹത്തിൽ വിറ്റഴിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഇതുപോലുള്ള പേരിനൊപ്പം തന്നെ വർഗീയവാദിയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് സ്വയം മതേതരനാണെന്ന് ചമയാൻ നടക്കുന്ന രാജു പി നായരെ ജെയ്ക്സി തോമസ് പൊളിച്ചടുക്കി വെച്ചു കൊടുത്തത്. എന്തായാലും അതിലെ ജെയ്ക്കിൻ്റെ മറുപടി അത് വളരെ കൃത്യമാണ്. സംഘപരിവാറിൻ്റെ ആലയങ്ങളിൽ തിണ്ണനിറങ്ങി നടക്കുന്ന നേതാക്കന്മാരെ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് ന്യായീകരിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ചാപ്പ കുത്തി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ നടക്കുന്ന ജാതിവാൾ തൂക്കിയ 916 മതേതരനെ ഈ നാട് തിരിച്ചറിയണം.